എനിക്ക് ലഭിക്കുകയാണെങ്കിൽ മുഴുവനും ഞാൻ അള്ളാഹുവിൻ്റെ വഴിയിൽ ദാനം ചെയ്യും. അവർ ദാനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നവാസ്കർ കാര്യം പറഞ്ഞിരുന്നു, പരിപാടിക്ക് കാര്യമായ ഓഫറും കാര്യങ്ങളൊന്നും വേണ്ട, ബക്കറ്റ് വരുമ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് സഹായിക്കണേ എന്ന് ഉസ്താദ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്, എല്ലാവരും ഒന്ന് കാര്യമായിട്ട് എന്നെ സഹായിക്കണേ. കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ ഉള്ളതിലെ ചെറുതെടുത്ത് കൊടുക്കണം എന്നല്ല, ഉള്ളതിലെ ഇപ്പം നാളെ എന്തെങ്കിലും ആവും ഒന്നും ചിന്തിക്കണ്ട. അള്ളാഹുവിന് വേണ്ടി നല്ലൊരു നിയ്യത്തോടു കൂടെ നമ്മൾ കൊടുക്കുക, അള്ളാഹുവിന് പകരം തരും, ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് ലഅൻഫഖ്തുഹാ ഫീ സബീലില്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ വഴിയിൽ കൊടുത്തിരിക്കും. അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങൾ പറഞ്ഞു, വീണ്ടും തമന്നൗ, ആഗ്രഹിച്ചോളൂ. അപ്പം ആർക്കൊന്നും പറയാനില്ല, ഇനി ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ലാ നജിദു മാ നതമന്ന, ഒന്നും കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ആഗ്രഹം ഒന്ന് പറഞ്ഞേക്കണേ, നിങ്ങൾ എന്താ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിൽ? അപ്പൊ പറഞ്ഞു, ലൗ കാന ലി അംസാലു അബി ഉബൈദത്ത് ബിനുൽ ജറാഹ് വസാലിം മൗലാ അബി ഹുദൈഫ വമുആദ് ബിൻ ജബൽ ലസ്തഅമൽതുഹും ഫീ ഇഅലാഇ കലിമത്തില്ലാഹ്. എനിക്ക് വേണ്ടത് ചില ആളുകളെയാണ്, പൈസയല്ല, വ്യക്തികൾ. ഇപ്പം ഇവിടെ അൽ ഹിദായ എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംവിധാനമുണ്ട് അല്ലേ? വളരെ 2 കോടിയിലേറെ രൂപ ഇവിടുത്തെ രോഗികൾക്ക്, പാവപ്പെട്ടവർക്ക് നൽകി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. കുറേ കുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുത്തു. എത്ര 100 പിള്ളേരെ പള്ളി ചെയ്ത് കൊടുത്ത, മാഷാ അല്ലാ. കണ്ണന്തറ നന്മകളുടെ ഒരു വല്ലാത്ത ഒരു കലവറയാണ്. അത്രയും മനോഹരമായൊരു പ്രദേശം. കുട്ടികളെ അപ്പം ഞാൻ ചോദിച്ചു, നമ്മുടെ മക്കൾക്ക് ഈ മയക്കുമരുന്നും അഡിക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, കുട്ടികൾക്ക് ഒഴിവുള്ള സമയം ഞങ്ങളവരെ പല കാര്യങ്ങളിൽ വ്യാപൃതരാക്കുന്നുണ്ട്, കാറ്ററിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഞങ്ങൾ പാവപ്പെട്ട രോഗികൾക്കാണ് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വീക്കെൻഡിൽ അവർക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു 10, 200, 500 രൂപ കിട്ടുന്നത്, ആ പൈസ എടുത്ത് അവർ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ എത്ര 10, 14,000 രൂപ എങ്ങാനും കിട്ടും. അതെ, 275ഓളം കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു. മാഷാ അല്ലാഹ്. ഇതൊരു വലിയ മാതൃക സൃഷ്ടിച്ച ഒരു മഹല്ലാണ്. കേരളീയ മഹല്ലുകൾക്ക് ഇത് വലിയ മാതൃകയാണ്. നിങ്ങളുടെ ഈ ആവേശവും നിങ്ങളുടെ ഈ താല്പര്യവും നിങ്ങളുടെ മുഖത്തെ ഈ അഭിമാനബോധവും എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു എന്ന് ഒരിക്കലൂടെ ഞാൻ പറയാൻ. ഇത് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ സേവനമാണ്. വ്യക്തികൾ, ഇസ്ലാമിന് വേണ്ടത് അതാണ്. പൈസയും സൗകര്യങ്ങളൊക്കെ വേണം, പക്ഷേ അതിലപ്പുറമാണ് വ്യക്തികൾ. ഉമർ തങ്ങളുടെ ആഗ്രഹം എന്താണെന്നറിയോ? എനിക്ക് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് തങ്ങളെ പോലെ, സാലിം മൗലാ അബി ഹുദൈഫ, അബൂ ഹുദൈഫ തങ്ങളുടെ പരിചാരകനായ സാലിം തങ്ങളെ പോലെ, ഉലമാക്കളുടെ നേതാവ് നബി തങ്ങൾ പറഞ്ഞ സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള നല്ല നല്ല ആളുകളെ കിട്ടുകയാണെങ്കിൽ അവരെ ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ ഈ സത്യസന്ദേശം മനുഷ്യർക്ക് കൈമാറാൻ ഞാൻ അവരെ ഉപയോഗിക്കുമായിരുന്നേനെ. എൻ്റെ ആഗ്രഹം അത്തരം ആളുകളെ കിട്ടണമെന്നാണ്. നല്ല മാൻ പവർ, എനിക്കതാണ് വേണ്ടത്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതൊരു വ്യത്യസ്തമായ ചിന്തയാണ്. നമ്മുടെ മക്കൾ നാളെ വലുതായി ജോലി കിട്ടി, പഠിക്കുന്നതൊക്കെ ജോലിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? അങ്ങനെ ഒരു പ്രൊഫഷണൽ ലോകം മെറ്റീരിയലൈസ്ഡ് മാറിയിട്ടുണ്ട്. ഏത് ജോലി, എന്ത് കിട്ടും, എത്ര ശമ്പളം കിട്ടും, ആ കോഴ്സ് പഠിച്ചാൽ ഇത്രയും നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ പഠിക്കുന്നത് ഫോർ ദ സേക്ക് ഓഫ് നോളജ്, അറിയാൻ വേണ്ടി പഠിക്കുക, അങ്ങനെ സംഭവം ഇപ്പോൾ കുറവാണ്. പടച്ച റബ്ബ് നമ്മളെയൊക്കെ സഹായിക്കട്ടെ, അങ്ങനെയല്ലേ പറയാൻ കഴിയൂ. നമ്മുടെ മക്കൾ വലുതായി ഒരുപാട് പൈസ നമുക്ക് കൊണ്ടുതരുന്നതിനേക്കാൾ വലുതാണ് അവർ മുതിർന്നവരായി മാറുമ്പോൾ നമ്മുടെ പെൺകുട്ടികളും ആൺമക്കളും നല്ല മക്കളായി മാറുക എന്നത്. നല്ല മക്കളായി അവർ മാറട്ടെ, ഇതാണ് നമ്മുടെ ആഗ്രഹമാവേണ്ടത്. അവർ നന്നാവട്ടെ. ചിലപ്പോൾ കാശുണ്ടായില്ല എന്ന് വരും, കുറച്ചുണ്ടായിന്ന് വരും, കുറച്ച് കൂടുതലായി കുറഞ്ഞെന്ന് വരും, അതൊന്നും പ്രശ്നമല്ല. അവർ നല്ല സൽസ്വഭാവികളാണ്, അവർ തിന്മകൾ കടിമകളല്ല, അവർ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാണ്, നാടിനെ ഇഷ്ടപ്പെടുന്നവരാണ്, ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, മനുഷ്യ സമൂഹത്തിന് വേണ്ടി സേവന പ്രവർത്തനങ്ങളിൽ നിരതരാകുന്നവരാണ്. അങ്ങനത്തെ ഒരു മക്കളാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഈ ലോകത്തിന്റെ സൗഭാഗ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മുഅ്മിനെ, ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി തരട്ടെ. മക്കളില്ലാത്ത ഒരുപാട് ദമ്പതിമാർ ഈ സദസ്സിലുണ്ടായിരിക്കാം, പരിപാടി കേൾക്കുന്നവരുണ്ടായിരിക്കാം, ഓൺലൈനിലായിട്ടും മറ്റും. അള്ളാഹു അവർക്കൊക്കെ കൺകുളിർമയുള്ള മക്കളെ റബ്ബ് തആല നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കടുത്ത ഒരു വരൾച്ച സംഭവിക്കുകയാണ്. ആമുർ റമാദ എന്നാണ് അതിന്റെ പേര്. അതായത് മദീനയുടെ പരിസരങ്ങളിൽ മഴയില്ലാത്ത വർഷങ്ങളായി. 5 വർഷത്തോളം മഴ കിട്ടുന്നില്ല, കൃഷിയില്ല, ഈത്തപ്പന കഴിക്കുന്നില്ല, മദീനയിൽ ഭക്ഷണമില്ല, പട്ടിണിയാണ്. ഫറൂഖ് റളിയല്ലാഹു അൻഹു മദീന മിമ്പറിൽ കയറി ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വയറിൽ നിന്ന് ശബ്ദം വരുന്നുണ്ട്, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള ശബ്ദം. അന്നേരം പറഞ്ഞ വാക്കുണ്ട്, തങ്കലിപികളാൽ അത് ലേഖനം ചെയ്യപ്പെട്ടു. മിമ്പറിൽ നിന്നുകൊണ്ട് ഉമർ എന്നവർ സ്വന്തം വയറിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഖർഖിർ ഔ ലാ തുഖർഖിർ വല്ലാഹി യാ ഉമർ ലാ തഅകുലു ഹത്താ യശ്ബഅ അത്ഫാലുൽ മുസ്ലിമീൻ. ഉമറേ, നിന്റെ വയറിൽ നിന്ന് ഏതൊക്കെ ശബ്ദം വന്നാലും കാര്യമില്ല കേട്ടോ. മുസ്ലിമീങ്ങളുടെ പിഞ്ചു പൈതങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഉമറേ നിന്റെ വായയിലേക്ക് ഞാനൊന്നും തരില്ല എന്ന് സ്വന്തത്തോട് സംസാരിച്ച ഭരണാധികാരിയാണ്. ലോകത്തിന് നീതിയുടെ അതിഉദാത്തമായ സംഭാവനകൾ ചെയ്ത മഹാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാത്മജി പറഞ്ഞു പോൽ, ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണ സംവിധാനമാണെന്ന്. സുബ്ഹാനല്ലാഹ്. قرقر أو لا تقرقر إن جاء في شدة قوم شركتهم في الجوع أو تنجلي عنهم غواشيها جوع الخليفة فالدنيا بقبضته في الزهد منزلة سبحان موليها. 20 രാജ്യങ്ങളുടെ അധികാരം കൈകളിൽ ഉണ്ടായിരുന്ന ഭരണാധികാരിയാണ്. ഒരു നേരത്തെ ഭക്ഷണം എൻ്റെ പ്രജകൾ മുഴുവൻ വയറ് നിറയുന്നവരെ ഞാൻ തിന്നില്ല എന്ന് പറഞ്ഞ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഷാമിലേക്ക് മസ്ജിദുൽ അഖ്സായുടെ താക്കോൽ ജെറൂസലേമിലെ പാട്രിയാർക്കീസുമാർ മുസ്ലിമീങ്ങളുടെ ഖലീഫയ്ക്ക് നിരുപാധികം കൈമാറാമെന്ന് പറഞ്ഞപ്പോ ആ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ മദീനയിൽ നിന്ന് ഷാമിലേക്ക് ജെറൂസലേമിലേക്ക് കടന്നു പോകുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇന്നും മസ്ജിദുൽ അഖ്സയുടെ മുമ്പിൽ മസ്ജിദ് ഉമർ എന്നൊരു പള്ളിയുണ്ട്. അതിന് മാർക്കറ്റിലൂടെ മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാൻ ഒരുപാട് വഴിയുണ്ട്. അതിൽ മാർക്കറ്റിലൂടെ പോവുകയാണെങ്കിൽ മസ്ജിദ് ഉമർ, ഇപ്പുറത്ത് ചർച്ച് ഓഫ് സെപ്പൽഖർ, ഒരു ഭാഗത്തൊരു ചർച്ച് മുമ്പിൽ, ഇപ്പുറത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലെ മസ്ജിദ്, അതിൻ്റെ ഇടയിലൂടെ നമ്മൾ കടന്നു പോവുക. അന്ന് ഉമർ എന്നവർ താക്കോല് വാങ്ങാൻ വന്നപ്പോഴാണ് ക്രിസ്ത്യാനികൾ മഹാനവറുകൾക്ക് വളരെ ആദരം കൊടുത്ത് സ്വീകരിച്ചപ്പോൾ അശ്ർ നിസ്കാരത്തിന്റെ സമയമായി. ഉമർ എന്നവർ പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ സമയമായല്ലോ. അവർ പറഞ്ഞു, ഖലീഫത്തുൽ മുസ്ലിമീൻ, ഞങ്ങളുടെ ചർച്ചിൽ നിങ്ങൾക്ക് നിസ്കരിക്കാം. അദ്ദേഹം പറഞ്ഞ മറുപടി, ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എത്ര ദീർഘദൃഷ്ടിയുള്ളതാണ്. അദ്ദേഹം മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളുടെ ഈ മഹാമനസ്കതക്ക് നന്ദി. പക്ഷേ ഞാൻ ഇന്നിവിടെ നിസ്കരിച്ചു പോയാൽ ഈ രാജ്യം മുസ്ലിം ഭരണത്തിന് കീഴിൽ വരുമ്പോൾ ഒരുപക്ഷെ ഇത് ഞങ്ങൾക്ക് വേണം, ഇത് ഞങ്ങളുടെ ഭരണാധികാരി നിസ്കരിച്ച ഇടമാണെന്ന് പറഞ്ഞ് ഒരു അവകാശവാദം വന്നേക്കാം. അത് വേണ്ട, എനിക്ക് കുറച്ചപ്പുറത്ത് ഒരു സ്ഥലം വൃത്തിയാക്കി തന്നാൽ മതി. അവിടം വേസ്റ്റുകൾ കുമിഞ്ഞുകൂടിയിരുന്ന സ്ഥലമായിരുന്നുവെന്നാണ്. അതൊക്കെ ഒന്ന് വലിച്ചു നീക്കി വൃത്തിയാക്കി അമീറുൽ മുഅ്മിനീനും കൂടെ വന്ന സ്വഹാബിമാർക്കും നിസ്കരിക്കാൻ ഇടം കൊടുത്തു. അത് ഈ സെപ്പൽഖർ ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റിലാണുള്ളത്. നേരെ അതിന് നടുവിലൂടെ വഴിയാണ്. ആ മസ്ജിദാണ് മസ്ജിദ് ഉമർ റളിയല്ലാഹു അൻഹു. എത്ര വലിയ മത സൗഹാർദ്ദത്തിന്റെ, സഹിഷ്ണുതയുടെ, ഒരാളെയും വേദനിപ്പിക്കരുത്. ഒരു മതവിശ്വാസിക്കും ഏത് ആചാര വിശ്വാസമായിരിക്കട്ടെ, എൻ്റെ കാരണം കൊണ്ട് പിന്നീട് പോലും ഒന്നും സംഭവിക്കരുത് എന്ന് ചിന്തിച്ച മഹാൻ. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് വളർത്തിയെടുത്ത സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ചടങ്ങിന് ചെന്നപ്പോ ഒരുപാട് ഭക്ഷണം, മഹാനവറുകളെ സ്വീകരിക്കുന്ന വേദിയല്ലേ, ഭക്ഷണ തിന്മേശയിൽ ഇരുന്നപ്പോ ഒരുപാട് ഭക്ഷണമുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, യാ അല്ലാഹ്, കുല്ലു ഹാദാ ലനാ, ഇത്രയും ഭക്ഷണം നമുക്കോ? വഖദ് മാത ഇഖ്വാനുനാ ലം യശ്ബഉ മിൻ ഖുബ്സ് അശ്ശഈർ വല്ലാഹി ലാ അത്അമു. ആമുർ റമാദയുടെ ശേഷമാണ് അത്രയും സംഭവം നടക്കുന്നത്. എത്രയോ പാവപ്പെട്ട എൻ്റെ അനുജന്മാർ, എൻ്റെ അനുജത്തിമാർ, എൻ്റെ ജ്യേഷ്ഠന്മാർ, ജ്യേഷ്ഠത്തിമാർ
ബാർലിയുടെ ഒരു റൊട്ടി പോലും ഉണ്ടാക്കി വയറ് നിറക്കാൻ കഴിയാതെ എത്രയായിരം മരിച്ചുപോയിട്ടുണ്ട്. എന്നിട്ട് എനിക്കാണോ ഇത്രമേൽ ഭക്ഷണം നിങ്ങൾ ഒരുക്കി വെച്ചത്? വല്ലാഹി ലാ അകുലു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിലാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? പട്ടിണിയായി മരിച്ചുപോയ പാവങ്ങളോട്, ദാരിദ്ര്യത്തിന്റെ അവശതകൾ മുഴുവൻ കൈപ്പുനീരുകൾ അനുഭവിച്ച് മരിച്ചുപോയ പാവങ്ങളോട് മനസാ വാചാ കർമ്മണ മഹാനവറുകൾ കൊടുത്ത സപ്പോർട്ടാണ്, അവരോടുള്ള വിധേയത്വമാണത്. വല്ലാഹി ലാ ആകുലു, ഇനി ഒരിക്കലും ഞാനിത് കഴിക്കില്ല, എനിക്കിത് കഴിക്കാൻ കഴിയില്ല, എനിക്ക് ഈത്തപ്പഴവും വെള്ളവും തന്നാൽ മതി. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ഇൻ ജാഅ ഫീ ശിദ്ദത്തിൻ ഖൗമുൻ ശരിക്തുഹും ഫിൽ ജൂഇ ഔ തൻജലി അൻഹും ഗവാശിഹാ ജൂഉൽ ഖലീഫത്തി വദ്ദുനിയാ ബിഖബ്ളതിഹി في الزهد منزلة سبحان موليها. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ആമുർ റമാദയിൽ അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് നിവേദക സംഘങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ മദീനയിൽ വരുന്നു. എന്തെങ്കിലും ഒന്ന് മദീനയിൽ ഉണ്ടാകും, കഴിക്കാൻ ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു ചീന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒട്ടിയ വയറുമായി മദീനയിലേക്ക് വരുന്ന ആയിരങ്ങൾ. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇവർക്ക് മുഴുവനുമായി വലിയ ഒരു ഭക്ഷണം അവിടെ സംഘടിപ്പിച്ചു. ആ ഭക്ഷണം കഴിച്ചത് 7000 ആളുകളാണ് അന്ന് മദീനയിൽ ഒരൊറ്റ നേരം ഭക്ഷണം കഴിച്ചത്. അപ്പോഴേക്കും മദീനയുടെ ഗ്രൈനറി, ധാന്യ സൂക്ഷിപ്പ് പുരയിലെ എല്ലാം തീർന്നു പോയിട്ടുണ്ട്, ഒരു ഈത്തപ്പഴം പോലും ബാക്കിയില്ല. ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, ഇവിടെ വരാൻ കഴിയാത്ത പാവപ്പെട്ട രോഗികൾ എത്ര പേരുണ്ട്? വൃദ്ധജനങ്ങൾ എത്ര പേരുണ്ട്? ഇവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്തവർ എത്ര പേരുണ്ട് എന്ന് നോക്കുമ്പോൾ ഫഖദ് ബലഗു 40,000 ആളുകൾക്ക് ഇനിയും അവിടെ ഭക്ഷണം വേണമായിരുന്നു. അപ്പോഴാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, അല്ലാഹുവേ, ഇങ്ങനെ മഴ കിട്ടാതെ ഞങ്ങൾ ബുദ്ധിമുട്ടായാൽ, ഇത്തരം ആളുകൾ വിശന്ന് മരണപ്പെടുമ്പോൾ റബ്ബേ നീ എന്നോടതിന് കാരണം ചോദിക്കുമോ? ഞാനതിന് കാരണക്കാരനാകുമോ? എല്ലാവരോടും അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, നമുക്ക് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാം, ഇസ്തിസ്ഖാ നിസ്കാരം നിർവഹിക്കണം, അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണം, അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണം, അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരെയും ഇസ്തിസ്ഖാ നിസ്കാരത്തിന് ക്ഷണിക്കുകയാണ്, മഴയെ തേടിയുള്ള നിസ്കാരത്തിന്. വഴിയിലൂടെ പോകുമ്പോൾ മദീനയിൽ ആരും ചിരിക്കുന്നില്ല, ആരും സംസാരിക്കുന്നില്ല. അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു, എന്തേ ആളുകൾ മിണ്ടാത്തത്? ലാ യതഹദ്ദസൂന വലാ യദ്ഹഖൂന വലാ യംസഹൂൻ, തമാശ പറയുന്ന ആളുകളെ കാണാനില്ല, ചിരിക്കുന്നവരില്ല, എല്ലാവരും സങ്കടത്തിലാണ്. അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു, എന്തേ ഇതിന് കാരണം? അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഖദ് സഅലൂ ഫലം യജിദൂ ഫഖതഉ സുആൽ. അവർ ചോദിച്ചു, ഒരുപാട് ഞങ്ങൾക്ക് വേണം, വല്ലതും തരണം എന്ന്, ആർക്കും കൊടുക്കാനില്ല, ഇനി ആരോടും അവർ ചോദിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് സങ്കടം കൊണ്ടാണ് മിണ്ടാത്തത്, സങ്കടം കൊണ്ടാണ് ചിരിക്കാത്തത് എന്ന് മഹാനായ അമീറുൽ മുഅ്മിനീനോട് അവർ മറുപടി പറയുന്നു. അല്ലാഹുവിന്റെ മുമ്പിൽ പാപമോചനം ചോദിച്ച് കരയാൻ പോവുകയാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മഹാനായ അബീ വജ്സത അസ്സഅദി റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിക്കുന്നു. ഖറജ ഉമറു ബിനാ ആമർ റമാദ, ആമുർ റമാദയിൽ അതിശക്തമായ ഡ്രോട്ട് സംഭവിച്ച കാലം, ക്ഷാമം സംഭവിച്ച കാലം. ഞങ്ങൾ മുസല്ലയിലേക്ക് പോയി, ഞങ്ങൾക്ക് വേണ്ടി മഴയെ തേടി നിസ്കരിക്കാൻ. അമീറുൽ മുഅ്മിനീനാണ് ഇമാം. ഫകാന അക്സറ ദുആഇഹി അൽ-ഇസ്തിഗ്ഫാർ, അല്ലാഹുവേ പൊറുക്കണേ, അല്ലാഹുവേ മാപ്പ് തരണേ, പടച്ചവനെ എന്നോട് ക്ഷമിക്കണേ എന്ന് മാത്രമാണ് ഉമർ എന്നവരെന്ന് ദുആ ചെയ്തിരുന്നത്. ഹത്താ ഖുൽതു ലാ യസീദു അലൈഹി,
ഇത് മാത്രമാണോ ഇന്നത്തെ ഖുതുബ, ഇത് മാത്രമാണോ ഇന്നത്തെ പ്രാർത്ഥന എന്ന് പോലും ഞങ്ങൾക്ക് തോന്നിപ്പോയി. എന്നിട്ട് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ഖുതുബ നിർവഹിച്ചു. ഇത്തഖുല്ലാഹ ഫീ അൻഫുസികും, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. വമാ ഗാബ മിനന്നാസി മിൻ അംരികും ഖദ് ബുതുലീതും ബികും വബുതുലീതും ബി. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ വിഷയത്തിലും ഇവിടെ വരാൻ കഴിയാത്ത 100 കണക്കിന് ആളുകളുണ്ട്, പാവങ്ങൾ, അവരെയും നിങ്ങൾ ഓർക്കണമേ. എത്ര മനോഹരമാണത്. നമ്മുടെ വീടുകളിൽ ഭക്ഷണവും വെള്ളവും വെളിച്ചവും സൗകര്യവും ഉണ്ടാകുമ്പോൾ അതിലൊന്നുപോലും കിട്ടാതെ നമ്മുടെ മഹല്ലുകളിലോ പരിസര പ്രദേശങ്ങളിലോ ആരെങ്കിലും കണ്ണീർ കുടിച്ചു കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓർക്കണമേ എന്നൊരു പ്രഖ്യാപനമാണത്. നിങ്ങൾ നിങ്ങളെ മാത്രം നോക്കിയാൽ പോരാ, നിങ്ങൾ കാണാത്ത പാവങ്ങൾ നിങ്ങളുടെ മഹല്ലുകളിൽ കിടക്കുന്നുണ്ടാകും. ഇതുപോലും എഴുതാൻ കഴിയാതെ എത്രയോ പട്ടിണി പാവങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ അവരെ ശ്രദ്ധിക്കണമേ. ഫഖദുബ്തുലീതു ബികും വബ്തുലീതും ബി. ഞാൻ നിങ്ങൾക്ക് പരീക്ഷണമാണ്, നിങ്ങൾ എനിക്കും പരീക്ഷണമാണ്. ഫമാ അദ്രി അസ്ഖതത അലയ്യ ദൂനകും. അല്ലാഹു എന്നോട് മാത്രമാണോ കോപിക്കാൻ പോകുന്നത്? നിങ്ങളോടൊന്നും കോപിക്കാതെ എന്നോട് മാത്രം കോപിക്കുമോ? ഔ അലൈക്കും ദൂനി, നിങ്ങളോട് കോപിക്കുകയും എന്നെ വെറുതെ വിടുകയും ചെയ്യുമോ? ഇതൊന്നും എനിക്കറിയില്ല. ഈ പരീക്ഷണം നമ്മെ എല്ലാവരെയും ഒരുപോലെ ബാധിച്ചതുകൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. എന്തിന്? അരി വേണം, ഭക്ഷണം വേണം എന്നല്ല പറയുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ നന്നാക്കി തരാൻ, ആരോടും വെറുപ്പില്ലാതെ, ആരോടും വൈരാഗ്യമില്ലാതെ, ആരോടും പകപോക്കാനില്ലാതെ, ആരോടും വെറുപ്പില്ലാത്ത ഹൃദയം നമുക്ക് ലഭിക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. നോക്കണേ, പരിഹാരം അവിടെയാണ്. നമ്മോട് കരുണ കാണിക്കാനും അല്ലാഹുവിനോട് ദുആ ചെയ്യാം. പരീക്ഷണങ്ങൾ അല്ലാഹു എടുത്തു കളയാനും. കൈ ഉയർത്തി കരയുകയായിരുന്നു ഉമർ എന്നവർ. ജനങ്ങൾ മുഴുവനും അവർക്ക് പിന്നിൽ ദുആ ചെയ്യുന്നു. യബ്കൂൻ, അവരും കരയുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥന തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഹത്താ ജാഅത്ത് റഹ്മത്തു മിനല്ലാഹ്, മഴ അതാ പെയ്യാൻ തുടങ്ങുന്നു. വളരെ മനോഹരമായ മഴ. മദീനക്ക് പരിസരങ്ങളിലും മദീനയിലും മുഴുവൻ മഴ പെയ്യുകയാണ്. ഇത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അൽ കറാമത്തുൽ ഉമരിയ, അല്ലാഹു ഉമർ എന്നവർക്ക് നൽകിയ കറാമത്ത്, ബഹുമാനമാണത്. അല്ലാഹു നൽകുന്ന കറാമത്താണത്. അല്ലാഹു നൽകുന്ന ആദരവ്. ആ മഹാനുഭാവന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുത്തു. മദീനയിൽ അന്നൊരിക്കൽ ഒരു ഭൂകമ്പമുണ്ടായപ്പോ, മദീനയിൽ ഭൂകമ്പമുണ്ടായി ഉമർ തങ്ങളുടെ കാലത്ത്. ആ സമയം ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് ഭരണാധികാരി. മദീനക്കാരെ മുഴുവൻ പേടിച്ചു. പെണ്ണുങ്ങളും കുട്ടികളും പുറത്തേക്ക് ഇറങ്ങി ഓടി. വീടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിലേക്ക് വീഴുമോ എന്നവർ പേടിച്ചു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടിയന്തരമായി ഒരു വിളംബരം ചെയ്തു. പുരുഷന്മാർ മുഴുവനും മസ്ജിദുൻ നബവിയിലേക്ക് വരണം. ഹബീബിന്റെ മസ്ജിദിൽ അവരൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവിടെ മിമ്പറയിൽ കയറി ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. ആ പ്രഭാഷണത്തിന്റെ അവസാനം മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. തിന്മകൾ നടക്കുന്നിടത്താണ് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുന്നത്. ഇത് അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചു പോയ നാടാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ അങ്ങാടികളിലോ അല്ലാഹു ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നടക്കുമ്പോഴാണ് ഇതുപോലെ പരീക്ഷണങ്ങൾ വരുന്നത്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇനി ഒരിക്കലൂടെ മദീനയിൽ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ഉമർ ഇവിടെ നിന്ന് രാജ്യം വിടും. ഉമർ നിങ്ങളോടുകൂടെ ലാ യുസാകിനന്നകും ബഅദഹാ ഉമർ, ഉമർ എന്നവർ നിങ്ങളുടെ കൂടെ താമസിക്കാൻ ഇനി മദീനയിൽ ഒപ്പമുണ്ടാകില്ലെന്ന് ഓർത്തോളൂ. ഇനിയൊരു ഭൂകമ്പത്തിന് അവസരം ഉണ്ടാക്കിയാൽ ഉമർ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ വളരെ ഗംഭീരമായൊരു ഉണർത്തൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇത് ഉമ്മത്തിന്റെ ചിന്തകളെ ഉണർത്തുകയാണ്,
ഭൗതികമായ കാരണങ്ങൾ, ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിരിക്കുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്, സയൻസ് പഠിപ്പിക്കും. പക്ഷെ അതിനൊരു ആത്മീയമായ വശമുണ്ട്, അള്ളാഹുവിന്റെ ഇടപെടലാണ് ഇതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ പാഠമാണ് ഉമർ എന്നവർ പറയുന്നത്. പരീക്ഷണങ്ങൾ വരുന്നത് അള്ളാഹുവിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് മടങ്ങാതിരിക്കുമ്പോഴാണ്. നമ്മുടെ ചിന്തകളിൽ നടക്കുന്ന ഓരോ നടത്തത്തിലും, കൊറോണ കഴിഞ്ഞു പോയത് നമ്മൾ മറന്നല്ലേ, എത്ര പെട്ടെന്ന് മറന്നു, എങ്ങനെ പേടിച്ച്, ഏതെല്ലാം റോഡുകൾ കവലകൾ അടച്ചു വെച്ച്, വീടുകൾ അടച്ചു പിടിച്ച്, ഒരാളെയും അകറ്റ് കയറ്റാതെ പുറത്തുകൂടെ കോവണി വെച്ചു കൊടുത്ത് അട്ടപ്പുറത്ത് കയറ്റിയിരുത്തി, എന്തൊക്കെ കഴിഞ്ഞുപോയി മുഅ്മിനെ, നമ്മൾ മറന്നു അതൊക്കെ. ഇപ്പോ ഫലമ്മ കശഫല്ലാഹു അൻഹുമുൽ ദുർ, പ്രയാസങ്ങളൊക്കെ നീങ്ങിയപ്പോ അങ്ങനെ ഒരു സംഭവേ നടക്കാത്ത പോലെ എത്ര ആളുകൾ മരണപ്പെട്ടു, എത്ര ആളുകളെയും കൊണ്ട് ആംബുലൻസുകൾ ഓടി, എത്ര ആളുകളെ കൊണ്ടുപോകാൻ ആംബുലൻസ് കിട്ടാതെ വന്നു. നമ്മളതൊക്കെ മറന്നോ? എത്ര യൗവനങ്ങൾ അതിൽ പൊലിഞ്ഞുപോയി. അവരൊക്കെ ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ്. നാളെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനിരിക്കുകയാണ്. നമ്മളിപ്പോൾ മേലെയാണ്, നമ്മൾ താഴെയാവും. അന്ന് കുറേ ആളുകൾ മേലെ വന്നിരിക്കും, പിന്നെ അവരും താഴേക്ക് പോകും. ഇങ്ങനെ വാടകയുടെ സമയം തീരുമ്പോൾ വീട് ഒഴിഞ്ഞുകൊടുത്ത് അവിടെ വേറൊരു വീട്ടുകാരൻ കയറി വരുന്ന പോലെ ഈ ഭൂമിയെ സമയം കഴിഞ്ഞാൽ ഒഴിവാക്കി അകത്തേക്ക് പോകുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ. ആ ഒരു ബോധം നമ്മിലുണ്ടെങ്കിൽ അതാണ് തഖ്വ, അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം. അതിനിടയിൽ കഴിയാവുന്ന സേവന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കാം. ആരോടും വെറുക്കാനോ വൈരാഗ്യത്തിനോ വെറുപ്പിനോ വിദ്വേഷത്തിനോ പോകല്ലേ. ആർക്കൊക്കെ ഒരു വാക്കുകൊണ്ട്, നിങ്ങൾക്കാർക്കും പൈസ കൊണ്ട് മുഴുവൻ ആളുകളെയും സഹായിക്കാൻ കഴിയില്ല കേട്ടോ. പക്ഷേ വലാകിൻ ബിത്വീബിൽ കലിം, നല്ല വാക്കുകൊണ്ട് നിങ്ങൾക്ക് സഹായിച്ചൂടെ? പുണ്യനബി ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖറജ്നാ മഅ ഉമർ ഇബ്നുൽ ഖത്താബ് ഇലാ ഹർറത്തി വാഖിം. ഹർറത്ത് വാഖിം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞങ്ങൾ കടന്നുപോയി എന്ന് ഉമർ എന്നവരുടെ മൗലയായിരുന്ന അസ്ലം റളിയല്ലാഹു അൻഹു പറയുന്നു. ഞങ്ങൾ ഹർറത്ത് വാഖിമിലെത്തി നിൽക്കുമ്പോൾ ദൂരെ ഒരു തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു തീജ്വാല കാണുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അസ്ലം, അസ്ലമേ, എനിക്ക് തോന്നുന്നു അത് ഏതോ യാത്രാ സംഘം വന്ന് മരുഭൂമിയിൽ തമ്പടിച്ചതാണ്. തണുപ്പ് കൊണ്ടോ പ്രയാസം കൊണ്ടോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഫൻതലിഖ് ബിനാ, നമുക്കവിടേക്ക് ചെന്ന് നോക്കാം. ആരാ ഇത് ചെയ്യുന്നറിയോ? 20 രാജ്യങ്ങളുടെ ഭരണാധികാരി. ആളെ വിട്ടതല്ല, അവര് സ്വയം. അവരാരെങ്കിലും വന്ന് സഹായം ചോദിച്ചോ? ഇല്ല. നമുക്കവിടേക്ക് പോയി നോക്കാം. മഹാനായ അസ്ലം തങ്ങളോടുകൂടെ പോകുന്നു, ഓടിച്ചെല്ലുന്നു. നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഇംറഅതൻ മഅഹാ സുബിയത്തുൻ സിഗാർ, ഒരു ഉമ്മ. ആ ഉമ്മയുടെ കൂടെ കുറെ കൊച്ചുമക്കളും. ആ ഉമ്മ തീ കത്തിച്ച് വെച്ച് ഒരു പാത്രത്തിൽ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ അവിടെ നിന്ന് വിശന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അസ്സലാമു അലൈക്കും അഹ്ലൽ ലൗ, അസ്സലാമു അലൈക്കും അഹ്ലൻ നാർ. അവിടെ തീയാണ്. പക്ഷെ ഉമർ തങ്ങൾ തീയിന്റെ ആൾക്കാരെ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, അത് നരകത്തെ ഓർമ്മിപ്പിക്കല്ലേ. അപ്പൊ അതിന് പകരം ലൗ എന്ന പദം ഉപയോഗിച്ചു. അസ്സലാമു അലൈക്കും അഹ്ലൽ ലൗ, പ്രകാശത്തിന്റെ ആളുകളെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അപ്പൊ അവർ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. ഉമർ എന്നവർ ചോദിച്ചു, അഅദ്നു, ഞാൻ അടുത്തേക്ക് വന്നോട്ടെ? അതൊരു പെണ്ണാണ്, ഒരു സ്ത്രീയാണ്, അവരാദരിക്കുന്നു. അവരുടെ കൂടെ മക്കളുണ്ട്, അതൊരു ഫാമിലിയാണ്. അപ്പൊ അവരുടെ അടുത്തേക്ക് വരട്ടെ, സഹായിക്കാനാണ് ഈ പോകുന്നത്. എന്നാൽ പോലും സമ്മതം ചോദിക്കണമെന്നാണ്. സമ്മതം ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഉദ്നു ബി ഖൈരിൻ ഔ ദഅ, വരാണെങ്കിൽ ഖൈറോടുകൂടെ വന്നോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വന്നു. ഫമാ ബാലുക്കും, എന്തേ നിങ്ങൾക്ക് പറ്റിയത്? അപ്പൊ പറഞ്ഞു, ഖസുറ ബിനൽ ലൈലു വൽ ബർദ്, രാത്രിയിലും തണുപ്പിലുമായി ഞങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്, രാത്രിയിലും തണുപ്പിലുമാണ്. അപ്പൊ ഈ മക്കൾ എന്തിനാ കരയുന്നത്? അവര് പറഞ്ഞു, അൽ ജൂ, വിശപ്പ് കൊണ്ട് കരയുകയാണ്. അപ്പൊ ഈ പാത്രത്തിൽ എന്താണ്? അൽ മാ ഉസ്കിതുഹും ബിഹി, ആ വെള്ളത്തിൽ ഞാൻ വെറുതെ ഇങ്ങനെ കയ്യിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. മക്കൾ ഉറങ്ങുന്നവരെ ഞാൻ എന്തോ പാകം ചെയ്യുകയാണ് എന്ന് അവരെ ബോധിപ്പിക്കാൻ വേണ്ടി, വിശന്നവരെ ഉറങ്ങുന്നവരെ ഞാൻ അവരെ കാണിക്കാൻ ഒരു പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ആ പെണ്ണൊരു വാക്ക് പറഞ്ഞു, വല്ലാഹു ബൈനനാ വ ബൈന ഉമർ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉമർ ഉണ്ടല്ലോ, ഉമറിനും അല്ലാഹുവിനും ഞങ്ങൾക്കും ഉമറിനും ഇടയിൽ അല്ലാഹു ഉണ്ട് എന്നൊരു വാക്ക് പറഞ്ഞു. ആ പെണ്ണിനറിയില്ല അതേ ഉമറാണ് റളിയല്ലാഹു അൻഹുവാണ് ഇവിടെ വന്ന് ചോദിക്കുന്നത് എന്നവർക്കറിയില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫമാ ബാലുകി ബി ഉമർ, നിങ്ങൾക്ക് ഉമർ എന്നവരെ അറിയുമോ? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഇല്ല അറിയില്ല, പക്ഷേ ഞങ്ങളുടെ വിഷയം ഉമർ എന്നവർ അറിയണ്ടേ. അപ്പൊ വമാ യുദ്രി ഉമറു ബിക്കും, നിങ്ങളെ കുറിച്ച് ഉമർ എന്നവർക്ക് എങ്ങനെ അറിയാനാ? അവർ മദീനയിലല്ലേ ഉള്ളത്. അന്നേരം ആ പെണ്ണ് പറഞ്ഞു, യതവല്ലാ അംറനാ സുമ്മ യഗ്ഫുലു അന്നാ അല്ലാഹു ബൈനനാ വ ബൈനഹു, ഞങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും എന്നിട്ട് ഞങ്ങളെ കുറിച്ച് അറിയില്ല എന്ന് പറയേ. അങ്ങനെയുണ്ടോ ഒരു ഭരണാധികാരി? ഉമർ എന്നവരെ അള്ളാന്റെ കോടതിയിൽ ഞാൻ കണ്ടുമുട്ടുമെന്ന് പറഞ്ഞപ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ആ ഉമ്മയുടെ മുമ്പിൽ എഴുന്നേറ്റ് പോന്നു. ഞാനാണ് ഉമർ എന്ന് പറഞ്ഞില്ല. അസ്ലം എന്നവർ പറയുന്നു റളിയല്ലാഹു അൻഹു, ഫഅഖബല അലയ്യ ഉമറു ബിഹി മാ ബിഹി, വല്ലാത്ത സങ്കടത്തോടെ ഖിന്നനായി ദുഃഖിതനായി ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇന്നൻതുലിഖ്, നമുക്ക് പോകാം അസ്ലമേ, നമുക്ക് പോകാം. ഒരു ചാക്ക് ഗോതമ്പിന്റെ പൊടിയെടുത്ത് അതിനാവശ്യമായ വിറകുമെടുത്ത് ഫാറൂഖ് തങ്ങൾ ഒരൽപ്പം നെയ്യിന്റെ മാംസത്തിന്റെ നെയ്യുണ്ട്, അതും അവിടെ കട്ടയായി കിടക്കുന്നത്, ഖുബ്ബത്തൻ മിൻ ഷഹ്മ, അതും എടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പുറത്ത് കയറ്റി വെച്ച് കൊണ്ടുവരുമ്പോ അസ്ലം എന്നവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, താഴെ വെക്കിൻ, ഞാൻ എടുത്തേക്കാം. നിങ്ങൾ ഈ ചാക്ക് ചുമക്കുകയോ? നിങ്ങൾ അമീറുൽ മുഅ്മിനീനല്ലേ, നിങ്ങൾ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിക്കാവുമ്പോൾ നിങ്ങളിത് ചുമക്കേ, അത് കുട്ടികളെ ഏൽപ്പിച്ചാ പോരെ എന്ന് പറയുന്ന പോലെ ഫാറൂഖ് തങ്ങളുടെ മറുപടി വന്നു, അസ്ലമേ, എന്റെ പാപങ്ങളുടെ ഭാരം നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ചുമക്കുമോ? എങ്കിൽ നിങ്ങൾ ചുമന്നോളൂ, അത് ഞാനല്ലേ ചുമക്കേണ്ടത്, അതുകൊണ്ട് ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു 60 അടുക്കുന്ന ഫാറൂഖ് തങ്ങൾ ആ ഒരു ചാക്ക് ഗോതമ്പും എടുത്ത് മരുഭൂമിയുടെ മധ്യത്തിൽ എവിടെയോ കിടക്കുന്ന ആരാരുമില്ലാത്തൊരു ഉമ്മയെ, ഏതാനും പിഞ്ചു മക്കളെ ആശ്വസിപ്പിക്കാൻ പോവുകയാണ്. അവിടെ ചെന്ന് ഉമർ റളിയല്ലാഹു അൻഹു താഴെ ഇറങ്ങി ആ തിളച്ച വെള്ളത്തിലേക്ക് ഗോതമ്പിന്റെ പൊടിയിട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഉമർ തങ്ങൾ ഇളക്കുകയാണ്, തീ ഊതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പെണ്ണിനോട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അസ്ലം എന്നവർ പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താടിരോമങ്ങൾ പാറുന്നതും അതിലൂടെ തീപ്പൊരി പാറിക്കളിക്കുന്നതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇപ്പോഴും കാണുന്നുണ്ട്. ആ ഒരു രാത്രിയിൽ ഭക്ഷണം പാകമായപ്പോ ഫാറൂഖ് തങ്ങളാണ് വിളമ്പിക്കൊടുക്കുന്നത് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാനവറുകൾ ആ പെണ്ണിനോട് പറഞ്ഞു, തുഅമീഹിം, നിങ്ങൾ കൊടുത്തോളൂ. നിങ്ങൾ അങ്ങനെ അവർക്ക് ചൊരിഞ്ഞു കൊടുത്തു, എല്ലാ ഭക്ഷണവും തയ്യാറ് ചെയ്തു കൊടുത്ത് ആ മക്കള് വയറ് നിറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആ പെണ്ണ് പറഞ്ഞു, ജസാക്കല്ലാഹു ഖൈറാ, നിങ്ങൾക്ക് അല്ലാഹു നന്മ തരട്ടെ. കുൻത ഔലാ ബിഹാദൽ അംരി മിൻ ഉമർ, ഉമറിനെക്കാളും ഭരണാധികാരം ഏറ്റെടുക്കാൻ കഴിവും യോഗ്യതയും നിങ്ങൾക്കായിരുന്നു. നിങ്ങളാണ് ഖലീഫയാകേണ്ടത്, ഉമറല്ല. നിങ്ങളാവേണ്ടിയിരുന്നു ഖലീഫയെന്ന് മഹാനായ ഖലീഫയോട് ഫാറൂഖ് തങ്ങളോട് പറയുമ്പോഴും മഹാനായ ഉമർ എന്നവര് ഞാനാണ് ആ ഉമർ എന്ന് പറഞ്ഞില്ലെന്നാണ് അത്ഭുതം. അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞൂടെ? എവിടെ പറഞ്ഞില്ല. അതാണ് റൈറ്റിയസ് ആൻഡ് സെൽഫ് റൈറ്റിയസ് തമ്മിലുള്ള വ്യത്യാസം. എന്ന് ഓർമ്മിപ്പിക്കുന്ന പോലെ സ്വന്തം നന്മകളെ എടുത്തു പറഞ്ഞ് അതിന്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന ആളുകൾ കാണും. അതിനാണ് സെൽഫ് റൈറ്റിയസ്. അങ്ങനെ ആവരുതെന്നാ, നമ്മൾ റൈറ്റിയസ് ആയാൽ മതി. ലാ തുബ്തുലു സദഖാതികും ബിൽ മന്നി വൽ അദാ. പാതിരാത്രിയിലെ ഇപ്പൊ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? മിനിമം ഒരു സെൽഫിയെങ്കിലും എടുക്കൂലേ ആ കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട്? എന്നിട്ട് നാളെ പിറ്റേന്ന് രാവിലെ ഒരു കമൻറ്റ് എഴുതൂലേ, ഇന്നലെ രാത്രി ഞങ്ങൾ ഇത്ര ആളുകൾ ചെന്ന് ഇന്നൊരു ഫാമിലിയെ രക്ഷപ്പെടുത്തി, രാത്രി അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. അത് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യും. അതോടുകൂടെ ആ കൂലി പോവുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്നത് നശിപ്പിച്ചു കളയാണ്. ഇത് ഇസ്ലാമാണ്. ഇത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ആംഗിളിലൂടെ നോക്കുമ്പോൾ അത് ശരിയായിരിക്കാം. അങ്ങനെ ചെയ്തതിനിപ്പോൾ എന്താ കുഴപ്പം? പത്രത്തിലൊക്കെ ആൾക്കാർ കൊടുക്കണില്ല? ഓ, കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രഹസ്യമാക്കി വെക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെക്കുറിച്ച്
ജനങ്ങളുടെ ഖൽബിലേക്ക് അത് ഇട്ടുകൊടുക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു സംഗതി ഇല്ലേ, അത് നിങ്ങൾ ചോദിക്കാതെ അള്ളാഹു നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോയാൽ അത് കിട്ടൂല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷമല്ലേ, അത് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്താൽ പടച്ചതമ്പുരാൻ ചെയ്തു തരുന്നതാണ്. ഫാറൂഖ് തങ്ങൾ പറഞ്ഞില്ല, ആ അമീറുൽ മുഅ്മിനീൻ ഞാനാണ്. ആ പെണ്ണ് പറഞ്ഞെന്താ, ഇവിടുത്തെ ഭരണാധികാരി ഉമറിനെക്കാളും അൻത ഔലാ ബിഹാദൽ അംർ മിൻ ഉമർ. നിങ്ങളായിരിക്കണമായിരുന്നു ഇവിടുത്തെ ഭരണാധികാരി, ഉമറല്ല. ഇങ്ങനത്തെ നിങ്ങളല്ലേ ഇവിടുത്തെ ഭരണാധികാരിയാവേണ്ടത്. ഉമർ തങ്ങൾ മറുപടി പറഞ്ഞത്, ഖൂലീ ഖൈറൻ ഖൂലീ ഖൈറാ. സഹോദരി, നിങ്ങൾ നല്ലത് പറഞ്ഞേക്കിൻ എന്ന് മാത്രം പറഞ്ഞു. ഖൂലി ഖൈറാ. എന്നിട്ട് റളിയല്ലാഹു തആല അൻഹു കുറേ ദൂരം ഇങ്ങനെ മാറി നിന്നിട്ട് ആ കുട്ടികൾ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾ ശാന്തമായി ഉറക്കത്തിലേക്ക് പോലെ. ആ മക്കൾ ഉറങ്ങിയതിനു ശേഷം പോരാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ പൊതുപ്രവർത്തനങ്ങളുടെ മാതൃകയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെ നിന്നാണ് ചാരിറ്റി പ്രവർത്തനം നമ്മൾ പഠിക്കുന്നത്. അവിടെ നിന്നാണ് മറ്റുള്ളവരെ സഹായിക്കണം എന്ന് നമ്മൾ പഠിക്കുന്നത്. ആ പഠനം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്, ഹബീബ് പഠിപ്പിച്ചതാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാറൂഖ് തങ്ങളുടെ അത്ഭുതങ്ങൾ അനന്തമായി തുടരുകയാണ്. ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു പാതിരാത്രിയിൽ ഇറങ്ങി നടന്നൊരു സംഭവം പറയുന്നുണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹു പിന്നാലെ കൂടി. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങോട്ടാണ് രാത്രിയിൽ പോകുന്നത് എന്ന് മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു ഒരു വീടിനകത്തേക്ക് കയറി ചെല്ലുന്നു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമർ എന്നിവരെ വീക്ഷിക്കുകയാണ്. നേരം വെളുത്തപ്പോ, പ്രഭാതമായപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ ഫൈദാ ഹുവ ബിഅജൂസിൻ അംയാ മുഅഖദ. ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ, കണ്ണു കാണാതെ പ്രായമായൊരു ഉമ്മയുടെ വീടാണത് എന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ഫഖാൽ, ഉമർ റളിയല്ലാഹു അൻഹു എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചു. ഇവിടെ രാത്രിയിൽ ആരോ ഒരാൾ വരുന്നുണ്ടല്ലോ, ആരാണത്? അപ്പൊ അവര് പറഞ്ഞു, ഇവിടെ ഒരാൾ വരുന്നുണ്ട്. ഇന്നഹു യതഅഹദുനി മുൻദു കദാ വകദാ. ഒരുപാട് വർഷങ്ങളായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്, ഇന്നും ഇന്നലെയൊന്നുമല്ല. യഅതീനി ബിമാ യുസ്ലിഹുനി. എനിക്ക് ആവശ്യമായ ഖിദ്മത്തുകൾ ചെയ്യാനാണ് അവർ വരുന്നത്. വയുഖ്രിജു അന്നിൽ അദാ. മൂത്രൊഴിക്കാൻ പോലും എഴുന്നേൽക്കാൻ കഴിയാതെ, ഒന്ന് നടക്കാൻ കഴിയാതെ ആ ഉമ്മ കിടന്ന കിടപ്പ് മുറിയിൽ ഒറ്റക്ക് എല്ലാം കഴിച്ചു കൂട്ടുമ്പോ ആ വീട് വന്ന് വൃത്തിയാക്കി തരുന്നത് ഇദ്ദേഹമാണ് എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് പോലും അറിയാതെ ആ ഉമ്മ പറഞ്ഞു. കണ്ണ് കാണാത്ത ഉമ്മയാണ്. എന്നിട്ട് ഉമ്മ ഒരു ദുആ ചെയ്തു, ഫജസാഹുല്ലാഹു അന്നി ഖൈറാ. എനിക്ക് ഈ ചെയ്യുന്ന നന്മകൾക്ക് ആ മനുഷ്യൻ അല്ലാഹു നന്മ ചെയ്യട്ടെ. പറയുന്നത് ആരാ? കണ്ണ് കാണാത്തൊരു ഉമ്മ, മുഖഅദ, വൃദ്ധയാണ്, കിടന്ന കിടപ്പിൽ കിടക്കുന്ന ഉമ്മയാണ്. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു, യാ ലില്ലാഹ് സകിലതക ഉമ്മുക യാ ത്വൽഹ അഅസറാത്തി ഉമർ തതതബ്ബ. സകിലതക ഉമ്മുക യാ ത്വൽഹ. ത്വൽഹ, നിങ്ങൾക്ക് നാശം. ആ വാക്കിനർത്ഥം ത്വൽഹ, നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ നഷ്ടപ്പെടട്ടെ, എന്നിട്ട് നിങ്ങളുടെ വിരഹവേദന ആ ഉമ്മ അനുഭവിക്കട്ടെ എന്നൊക്കെയാണ്. പക്ഷെ അതൊരു അറബി പ്രയോഗമാണ്. സകിലതക ഉമ്മുക യാ മുആദ്. ഹദീസിൽ കാണാൻ കഴിയും, നബി തങ്ങൾ മുആദ് എന്നവരോട് പറയാം, സകിലതക ഉമ്മുക യാ ത്വൽഹ. ത്വൽഹ, ത്വൽഹ തങ്ങൾ സ്വയം പറയാൻ, ത്വൽഹ നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത്? അഅസറാത്തി ഉമർ തതതബ്ബ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഏതെങ്കിലും വീഴ്ചകളുണ്ടോ, കുറവുണ്ടോ, ന്യൂനതയുണ്ടോ എന്ന് നോക്കാനാണോ ത്വൽഹ നിങ്ങൾ പുറപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഫാറൂഖ് തങ്ങൾ കയറി ചെന്ന് സഹായിക്കുന്നത് കണ്ണു കാണാത്തൊരു ഉമ്മയുടെ വീട്ടിലേക്കാണ്. കിടന്ന കിടപ്പിൽ വിസർജ്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു ഉമ്മ, ആരാരും നോക്കാനില്ലാത്ത മരുഭൂമിയിലെ ഒരു ഉമ്മാക്ക് ആര് രാജാവിനെ പോലെ സുഖലോലുപനായി ജീവിക്കാൻ കഴിയുമായിരുന്ന
എന്നാൽ അല്ലാഹുവിന് വേണ്ടിയതും വേണ്ടെന്ന് വെച്ച അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫമൻ യുബാരി അബാ ഹഫ്സിൻ വസീറതഹു വമൻ യുഹാവിലു ലിൽ ഫാറൂഖി തശ്ബീഹാ فمن يباري أبا حفص وسيرته ومن يحاول للفاروق تشبيها ഇത്രമേൽ മഹോന്നതമായ ജീവിത പാഠങ്ങൾ രചിച്ചു വെച്ച, സമുന്നതമായ മൂല്യങ്ങൾ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഫാറൂഖ് തങ്ങളെപ്പോലെ അവർക്ക് പകരം വെക്കാൻ ചരിത്രത്തിന് ആരെയാണ് കിട്ടുക? ومن رآه أمام القدر منبتحا والنار تأخذ منه وهو يذكيها. മരുഭൂമിയിൽ എവിടെയോ തങ്ങിപ്പോയ ഒരു കുടുംബത്തിന് തീ കത്തിച്ച് ആ തീയിൽ വിറക് വെച്ച് ഊതി 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 തീ ഉണ്ടാക്കുന്ന ഫാറൂഖ് തങ്ങളുടെ താടിരോമത്തിലൂടെ ആ തീപ്പുകകൾ കയറിപ്പോകുമ്പോൾ ഫാറൂഖ് തങ്ങൾക്ക് പകരം വെക്കാൻ ആരുണ്ട്? وقد تخلل في أثناء لحيته منها الدخان وغاب فوه فيها رأى هناك أمير المؤمنين على حال تروع لأمر الله رائها يستقبل النار خوف النار في غده يستقبل النار خوف النار في غده والعين من خشية سالت مآقيها. أمير المؤمنين عمر بن الخطاب رضي الله عنه സ്വന്തം ചുമലുകളിൽ ഉമ്മത്തിന് വേണ്ടി വെള്ളം ചുമന്നു കൊണ്ടുപോയ, ഭക്ഷണത്തിന്റെ ചാക്കുകൾ എടുത്തുകൊണ്ടുപോയ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു ഹഫ്സ് എന്നവർ പറയുന്നു, ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഉമർ എന്നവരെ നിങ്ങൾ ഈ ചാക്കും കെട്ടുമായി നടക്കുന്നത്? നിങ്ങൾ ഭരണാധികാരിയല്ലേ? അപ്പൊരു മറുപടി പറഞ്ഞു, ഇന്ന നഫ്സി അഅജബത്നി, ഞാനിപ്പോ തരക്കേടില്ലല്ലോ എന്ന് എൻ്റെ ശരീരം എന്നോട് പറയാൻ തുടങ്ങി. ഞാനിപ്പോ ആൾ ഉഷാറാണല്ലോ എന്ന് എനിക്ക് എന്നെ പറ്റി തോന്നി. അതുകൊണ്ട് എൻ്റെ ശരീരത്തെ നിസ്സാരപ്പെടുത്താനാണ്, ഒന്ന് വിനയവും താഴ്മയും പഠിക്കാനാണ് ഞാൻ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു. നമ്മുടെ പെണ്ണുങ്ങൾ വീട്ടു ജോലികളൊക്കെ ചെയ്യുന്നവരാണ്, മാഷാ അല്ലാഹ്. പുരുഷന്മാർ അവിടേക്ക് ആവശ്യമായ ഭക്ഷണം കൊണ്ടുപോയി എത്തിക്കുന്നവരായിരിക്കാം. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ചര്യ അവിടെ ഉണ്ട്. എന്തിനെന്നറിയോ? നമ്മുടെ ഒരു ഈഗോ, പുരുഷനാണ് എന്ന നമ്മുടെ ഒരു ചെറിയൊരു അഹങ്കാരം, ആ അഹങ്കാരത്തെ മുനയൊടിക്കാനാവണം പുണ്യനിബിതങ്ങൾ കാന ഫീ ഖിദ്മത്തി അഹ്ലിഹി, നിബിതങ്ങൾ വീട്ടുകാരുടെ ജോലിയിൽ സഹായിച്ചിരുന്നു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. യഖ്സിഫുന അലഹു, അവിടുത്തെ ചെരുപ്പ് നിബിതങ്ങൾ തുന്നുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. യഹ്ലിബു ഷാതഹു, അവിടുത്തെ ആടിനെ നബിതങ്ങൾ പാല് കറക്കുമായിരുന്നു. വയക്നിസു ബൈതഹു, ആ വീട്ടിൽ നബിതങ്ങൾ അടിച്ചുവാരുമായിരുന്നു. തങ്ങൾ അത് ചെയ്താൽ പിന്നെ നമുക്ക് മടി വേണ്ടല്ലോ. തങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടുകാര്യങ്ങളിൽ സഹായിക്കാൻ ഏത് ഞങ്ങൾ ആണുങ്ങളുടെ പണിയല്ല എന്ന് ഒരു മുസ്ലിം പറയാൻ പാടുള്ളതല്ല. പറ്റുമെങ്കിൽ നമുക്ക് സാധിക്കുന്നിടത്തൊക്കെ അവരെ സഹായിക്കണം എന്നാണ്. എന്തിനെന്നറിയോ? മനുഷ്യന്മാരല്ലേ, നമുക്കൊക്കെ ചെറിയൊരു അഹങ്കാരം വരും, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്. ഞങ്ങൾ ഇതിനൊന്നും ആൾക്കാരല്ല, അതൊക്കെ നിങ്ങളുടെ പണിയാണ് എന്നൊരു തോന്നൽ വരും. സത്യത്തിൽ അല്ലല്ലോ, നമ്മളും അവരും ആ ഉത്തരവാദിത്വത്തിൽ ഒരുപോലെയാണ്. അള്ളാഹു വലിയൊരു ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി അള്ളാഹു നമ്മുടെ തലയിൽ വെച്ചു തന്നു എന്ന് മാത്രം. പക്ഷെ പുണ്യനബി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ എന്താ നമുക്ക് കുഴപ്പം? ഒരു ചൂലെടുത്ത് അടിച്ചു വാരുമ്പോൾ നമ്മുടെ അഹങ്കാരമാണ് ശരിക്കും നമ്മൾ അടിച്ചു വാരുന്നത് എന്ന് നമുക്ക് ഓർമ്മ വരണം. നമ്മുടെ മക്കളെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ അവരെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരത്തിന്റെ കറകളാണ് നമ്മൾ കഴുകി കൊടുക്കുന്നത് എന്ന് നമുക്ക് ബോധിക്കുന്നു. ആ വീട്ടിലെ ജോലികളിൽ നമ്മൾ ഇടപെടുമ്പോൾ അവിടെ തഴുക്കുകൾ നമ്മൾ എടുത്തു മാറ്റുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന അഴുക്കുകളെയാണ് സത്യത്തിൽ അവിടെ കഴുകി തുടക്കുന്നത്.
ഉമർ റളിയല്ലാഹു അൻഹു ചാക്കുകൾ ചുമന്നുപോയത് ഞാനൊരു ഭരണാധികാരിയല്ലേ, ഞാനൊരു ഖലീഫയല്ലേ എന്ന് എനിക്ക് എന്നെ പറ്റി തോന്നിയപ്പോ ആ ഒരു ചിന്തയെ സപ്രസ് ചെയ്യാൻ ഞാൻ ചെയ്തതാണിത് എന്ന് സ്വന്തം മകനോട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് വലിയ പാഠമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വയറിന് കുത്തേറ്റ് കിടക്കുമ്പോൾ ലോകത്തോട് വിട പറയാൻ പോകുന്ന അന്ത്യനിമിഷങ്ങളിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സംസാരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തങ്ങളാണ്, സയ്യിദാണ്, ഹബീബിന്റെ എളാപ്പയുടെ മകൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. മഹാനവറുകൾ വന്നിട്ട് പറഞ്ഞുവല്ലോ, അമീറുൽ മുഅ്മിനീനെ സമാശ്വസിപ്പിച്ചുകൊണ്ട്, അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ എന്നവരെ നിങ്ങൾ സന്തോഷിച്ചോളൂ, എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങളുടെ മരണം എന്തഭിമാനമുള്ള മരണമാണ്. അസ്ലംത ഹീന കഫറന്നാസ്, ജനങ്ങൾ ഇസ്ലാം അവിശ്വസിച്ചപ്പോഴല്ലേ ഉമറേ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത്. വഖാതൽത മഅ റസൂലില്ലാഹി ഹീന ഖദലഹുന്നാസ്, പുണ്യപ്രവാചകനെ ജനങ്ങളെന്ന് താറടിച്ചപ്പോ ഹബീബിന്റെ കൂടെ ആത്മാഭിമാനിയായി നിങ്ങളല്ലയോ സധൈര്യം കൂടെ നിന്നത്. വതുഫിയ റസൂലുള്ളാഹി വഹുവ റാദിൻ അൻക, നബി തങ്ങൾ വഫാത്താകുമ്പോൾ ഉമറേ നിങ്ങളെക്കുറിച്ച് ഹബീബിന് ഇഷ്ടമായിരുന്നുവല്ലോ. വലം യഖ്തലിഫ് ഫീ ഖിലാഫതിക റജുലാൻ, രണ്ടാളുകൾ പോലും നിങ്ങളുടെ ഭരണകാലത്തെ പരസ്പരം തർക്കിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ ഖിലാഫത്തിൽ നിങ്ങളല്ല ആവേണ്ടത് എന്ന് പോലും മറുത്തൊരു മറുപടിയോ, നിങ്ങൾക്കൊരു വിമതനോ, നിങ്ങൾക്കൊരു പ്രതിയോഗിയോ, നിങ്ങൾക്കൊരു പകരക്കാരനോ ഉമറേ ഉണ്ടായിട്ടില്ലല്ലോ. സർവാത്മനാ മുഅ്മിനീങ്ങൾ തെരഞ്ഞെടുത്ത ഖലീഫയല്ലയോ നിങ്ങൾ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കിടക്കാണ്, വേദനിച്ച് കിടക്കാണ്. എങ്ങനെ? വയറ് കീറിയിട്ടുണ്ടായിരുന്നു. അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ, ആ ദുഷ്ടന്റെ ഇരുതല മൂർച്ചയുള്ള കഠാര കൊണ്ടാണ് ആ പരിശുദ്ധമായ വയറ് കീറിപ്പൊളിച്ചത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ആ വേദനയിൽ തലപ്പാവ് കൊണ്ട് കെട്ടിവെച്ച് കിടക്കുകയാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കുടൽമാലകൾ മുറിഞ്ഞു പോയിട്ടുണ്ട് ആ നേരത്ത് എന്നോർക്കണം. കുറെ നേരം ബോധം പോയിരുന്നു. ആ ബോധം തെളിഞ്ഞതിന് ശേഷം അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. അതേ, നിസ്കരിച്ചു. എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. വുളു എടുത്തു തരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാഹ്, നിസ്കാരം, ഫർളായ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് ഫാറൂഖ് തങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വയറ് കീറിപ്പൊളിഞ്ഞു കിടന്ന കിടപ്പിൽ വുളു എടുത്തു കൊടുത്തപ്പോൾ മഹാനവറുകൾ 2 റക്അത്ത് ഖളാ ആയി പോയ സുബ്ഹി നിസ്കാരം പൂർത്തിയാക്കിയത്. സുബ്ഹി 1 റക്അത്ത്, 2ാമത്തെ റക്അത്തിലാണ് കുത്തേറ്റത്. മെഹ്റാബിലേക്ക് കയറി വന്ന് അദുഷ്ടനായ അബൂ ലുഅ്ലുഅത്തുൽ മജൂസി, അയാൾ ഒരു മാഗിയൻ മതക്കാരനായിരുന്നു, തീ ആരാധകനായിരുന്നു. അയാളുടെ പടച്ചോൻ തീയ, അയാൾ മുസ്ലിം ആയിരുന്നില്ല. ആ ദുഷ്ടന്റെ കരങ്ങളാലാണ് ഈ ഒരു മഹാപ്രസ്ഥാനം അതിൻ്റെ അന്ത്യം കുറിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ റിപ്പീറ്റ് ഇറ്റ്, സേ ഇറ്റ് അഗൈൻ, ഇനിയും കേൾക്കട്ടെ, ഒന്നുകൂടെ പറയൂ എന്ന് പറഞ്ഞു. ഇതേ വാക്കുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉമറേ നിങ്ങൾ അങ്ങനെയല്ലേ, നിങ്ങൾ ഇങ്ങനെയല്ലേ, നിങ്ങളെ നബി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ലേ, നിങ്ങൾ എത്ര നല്ല മഹാന എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അൽ മഗ്റൂറു മൻ ഗുർ, ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ പൊങ്ങുന്നവനാണ് വഞ്ചിക്കപ്പെട്ടവൻ. നമ്മൾ തങ്ങൾ പറയാ, ഈ പൊക്കലിലൊന്നും ഞാൻ പൊങ്ങൂല ഇബ്നു അബ്ബാസ്, എനിക്ക് എന്നെ പറ്റി അറിയാം. നിങ്ങൾ ഈ പൊക്കുന്നുണ്ടല്ലോ, ഇതൊന്നും എനിക്ക് വേണ്ട. നമ്മൾ തങ്ങൾ പറയാ, അൽ മഗ്റൂറു മൻ ഗുർ, ജനങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോ, പൊക്കി പറയുമ്പോ അതിനനുസരിച്ച് പൊങ്ങാൻ നിൽക്കുന്ന മനുഷ്യനാണ് വഞ്ചിക്കപ്പെട്ടു പോയവൻ. നമ്മുടെ ഖദർ എന്താണെന്ന് അള്ളാഹുവിന് നമുക്കറിയാലോ. ജനങ്ങൾ എന്ത് പറഞ്ഞാൽ എന്താ? ജനങ്ങൾക്കൊരു പക്ഷേ നമ്മുടെ നല്ലതേ അറിയുന്നുണ്ടാവുള്ളൂ, നമ്മുടെ കുഴപ്പങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. നല്ല തന്നെ കുഴപ്പങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളില്ല. അപ്പൊ പിന്നെ കുഴപ്പം കൂടെ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അൽ മഗ്റൂറു മൻ ഗുർ, വഞ്ചിക്കപ്പെട്ടവർ ഇതുപോലെയുള്ള പഞ്ചാര വാക്കുകൾ കേൾക്കുമ്പോൾ അതിൽ മയങ്ങിപ്പോകുന്നവനാണ്. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന് മുമ്പ് പറയുന്ന ചില വാക്കുകളാണിത്. ولو أن لي ما على ظهرها من بيضاء وصفراء. ഇബ്നു അബ്ബാസേ, ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ,
ഭൂമിക്ക് മുകളിൽ കിടക്കുന്ന സർവമാന സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും എനിക്ക് ലഭിക്കുകയാണെങ്കിൽ നാളെ ഖിയാമത്തിന്റെ ഭയാനകമായ നൃത്തം അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ പോകുമ്പോ മൃതങ്ങളൊക്കെ ഖബറിൽ വിശ്രമിക്കുകയാണ്. മരിച്ചുപോയവർ മുഴുവൻ ഖബറിൽ കാത്തു കിടക്കുകയാണ്. നമ്മളും മരിച്ചുപോയാൽ വെയിറ്റ് ചെയ്യാൻ ഖിയാമത്ത് നടക്കുന്നവർ.